വി രാജേഷ്, രാജ്യത്തെ പ്രധാനമന്ത്രിയെ റഷ്യ യുക്രൈൻ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകളുടെ പേരിൽ, നടപടികളുടെ പേരിൽ ഭാരതീയൻ എന്ന നിലയിൽ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയാതീതമായുള്ള ഒരു സമീപനമായി കാണണം, അങ്ങനെയാണ് താൻ പറഞ്ഞത് എന്ന് ഡോക്ടർ തരൂർ വിശദീകരിക്കുമ്പോഴും പ്രധാനമന്ത്രിക്ക് ലഭിച്ച ഈ അഭിനന്ദനത്തെ, ഈ ആശംസയെ ഒക്കെ വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടുകൂടി കൈകാര്യം ചെയ്യാനാണ് BJP ശ്രമിക്കുന്നത്. തരൂരിൽ നിന്ന് BJPക്ക് അനുകൂലമായ ഒരു നീക്കമുണ്ടായി എന്നാണോ കരുതുന്നത്? അങ്ങനെ വ്യാഖ്യാനിക്കാനാണോ BJP ശ്രമിക്കുന്നത്? കാരണം ശശി തരൂരിൻ്റെ നരേന്ദ്രമോദി സ്തുതി യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ മുഖത്തേറ്റ അടിയാണ് എന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചത്. ഗോപി, ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം. ശ്രീ ശശി തരൂർ BJPയിൽ ചേരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുകയോ BJP അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയോ ചെയ്തു എന്നുള്ള അടിസ്ഥാനത്തിൽ ഈ ചർച്ച മുന്നോട്ട് പോകണ്ട. കാരണം അത്തരത്തിലൊരു കാര്യം നടന്നിട്ടില്ല, ഈ നിമിഷം വരെ നടന്നിട്ടില്ല. എന്നാൽ ഓരോ ദിവസവും നരേന്ദ്രമോദിയുടെ നയങ്ങൾക്ക് ഏറി വരുന്ന ഒരു പിന്തുണയുണ്ടല്ലോ. ഇന്ന് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി ഒഴികെ കോൺഗ്രസ്സിലുള്ള ഏറെക്കുറെ എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായി എന്ന്. അതായത് ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ശ്രീ ശശി തരൂരിനെ പോലൊരു വ്യക്തിക്ക് മറിച്ച് എങ്ങനെയാണ് ഒരു അഭിപ്രായം പറയാൻ സാധിക്കുന്നത്? ഇത് വസ്തുതയല്ലേ? അപ്പോൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട സമ്പത്ത് മുൻ MP ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യം 2014 തന്നെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴേക്കും CPMൻ്റെ വളരെ മുതിർന്ന നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന CPM നേതാവ് CITUവിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ ആനത്തലവട്ടമൊക്കെ അന്ന് വളരെ സജീവമായിട്ട് ചാനൽ ചർച്ചകൾ പരസ്പര ബഹുമാനത്തോടെ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. അപ്പോൾ CPMൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ചോദിച്ചിരുന്നു, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ, നരേന്ദ്രമോദി എന്തിനായി വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ പോകുന്നു, ഇന്ത്യയിൽ നിന്ന് ഭരിക്കാനായിട്ട് അദ്ദേഹത്തിന് സമയമില്ലേ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഇന്ന് ലോകം മനസ്സിലാക്കുന്നു, ഇന്ന് ഭാരതം മനസ്സിലാക്കുന്നു, അന്ന് അദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തത് നമുക്ക് വിദേശ രാജ്യങ്ങളെ ഏതൊക്കെ തരത്തിൽ ഇന്ത്യയിലുള്ള റിസോഴ്സ് ഉപയോഗിച്ച് സഹായിക്കാൻ സാധിക്കും എന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുമായുള്ള ബന്ധം ദൃഢപ്പെടുത്താനുമായിരുന്നു. ഒരുപാട് രാജ്യങ്ങൾക്ക്, ആദ്യം ബംഗ്ലാദേശിനായിരുന്നു ജലവൈദ്യുത പദ്ധതി ഉൾപ്പെടെ, അങ്ങനെ നമ്മൾ കൈ അയച്ച് നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ അങ്ങോട്ട് അവരെയൊക്കെ തന്നെ പലതരത്തിൽ സഹായിച്ചു. അവരുടെ രാജ്യത്തുള്ള പ്രവാസികളെ സഹായിച്ചു. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ബന്ധം ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ ഭാരതത്തിൻ്റെ സംസ്കാരവും ഭാരതത്തിൻ്റെ ഭരണാധികാരികളുടെ ഉള്ളിലുള്ള ആ ഒരു വിനയവും ആ ഒരു അക്കോമഡേറ്റീവ് മെൻറ്റാലിറ്റിയും ഒക്കെ തന്നെ ലോകരാഷ്ട്രങ്ങൾ തിരിച്ചറിഞ്ഞു. തീർച്ചയായിട്ടും അപ്പോൾ അവർ ആഗ്രഹിക്കുന്നു. പാകിസ്ഥാനിലെ ഒരു കുട്ടി, അവിടെ യുദ്ധം നടന്ന സമയത്ത് പാകിസ്ഥാനിലെ ഒരു കുട്ടി പറഞ്ഞല്ലോ, എനിക്ക് പാകിസ്ഥാനിൽ എത്താൻ വേണ്ടി സാധിച്ചത് ഭാരതത്തിൻ്റെ ദേശീയ പതാക ഞങ്ങളുടെ വാഹനത്തിൻ്റെ മുകളിൽ പാർപ്പിച്ചതുകൊണ്ടാണെന്ന് പാകിസ്ഥാനിൽ പോയിട്ടൊരു കുട്ടി പറയുകയും അവിടെ ഫോർ ആൻഡ് എഗൻസ്റ്റ് നരേന്ദ്രമോദി ഡിസ്കഷൻസ് പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ ഉണ്ടായതായിട്ട് ഞാൻ ചില വാർത്തകൾ കണ്ടു. അപ്പോൾ ഇതൊരു വസ്തുതയാണ്. ഇതൊരു വസ്തുതയായിരിക്കെ ശശി തരൂർ കോൺഗ്രസ്സാണ്, കോൺഗ്രസിൻ്റെ MP ആണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇൻ്റർനാഷണൽ ലെവലിൽ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിനെ വിലയിരുത്തുന്ന ഒരു വ്യക്തിക്ക് ഇതെങ്ങനെ പറയാതിരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എത്ര കാലം പിടിച്ചു നിർത്തുവാൻ സാധിക്കും? ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ തന്നെ നിരവധി നേതാക്കന്മാരും പ്രവർത്തകരുടെയും ഉള്ളിലുണ്ട്. ചിലപ്പോൾ അത് വോട്ടായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഈ സ്വീകാര്യത ഇനിയും കൂടിക്കൊണ്ടിരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ പിന്തിരിപ്പൻ നിലപാട് ശശി തരൂരിനെ പോലെ നൂറുകണക്കിന് ആൾക്കാരെ കോൺഗ്രസിൽ നിന്നും അകലാൻ വേണ്ടി, ഒരുപക്ഷെ അവർ കോൺഗ്രസ് പാർട്ടി തന്നെയായിരിക്കും കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ വീണ്ടും മത്സരിക്കും, പക്ഷേ മാനസികമായിട്ട് കോൺഗ്രസിനെ, ഈ ഭാരതത്തെ മുഴുവനും പിന്നോട്ടടിക്കുന്ന ഈ നിലപാടിൽ നിന്ന് അകറ്റും. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് എന്താ സംസ്ഥാന അധ്യക്ഷൻ ഇത്ര രൂക്ഷമായിട്ട് പറഞ്ഞത്? ഇത്തരത്തിൽ ശശി തരൂർ പറഞ്ഞതുപോലെ യുക്രൈന് വാളെടുത്ത് പരസ്പരം തകർക്കാൻ വേണ്ടി നിൽക്കുന്ന റഷ്യയ്ക്കും യുക്രൈനും പോലും കോമൺ ആയിട്ട് സ്വീകാര്യനായിട്ടുള്ള നരേന്ദ്രമോദിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി വിദേശ രാജ്യത്ത് എവിടെ പോയാലും നാഴികയ്ക്ക് 40 വട്ടം നാവെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ തേജോവധം ചെയ്യാനല്ലേ രാഹുൽ ഗാന്ധി സമയം കണ്ടെത്തുന്നു. അപ്പോൾ അത് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ മുഖത്തേറ്റ തിരിച്ചടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നുകിൽ തിരുത്തേണ്ടി വരും, അല്ലെങ്കിൽ അവർ പറയാതെ തന്നെ അവരുടെ നേതാക്കന്മാർ നരേന്ദ്രമോദിക്ക് അനുകൂലമായി അണികളും നാളെ മുതലുള്ള ദിവസങ്ങളിൽ പുറത്തു വരും.